നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാ. ഇത് ഞാൻ അനുവിനെ ഏൽപ്പിക്കാം. കണ്ണീര് പൊടിക്കില്ല ഞാൻ. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുക. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുക. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. അനു, ക്യാബിനിലേക്ക് വരൂ. ചില കാര്യങ്ങൾ അർജന്റായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട്. യെസ് മാഡം. ഈ 3 ഫയലുകളും ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആ തുക കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കം ചെയ്യണം. ഇനി ഫയലുകളിൽ ഒരു ഡിലേ ഉണ്ടാവരുത്. അത് അനുവിന്റെ ഉത്തരവാദിത്ത. ഓക്കെ മാഡം, ഇത് ഞാൻ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം. നമ്മുടെ പേര് 2 രീതിയിൽ ജനങ്ങൾ പറയും. ഒന്ന്, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും പറയും. ഇതിൽ കൊടുത്തില്ലെങ്കിൽ പറയുന്ന ശാപവാക്കുകൾ നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ പോരും. എല്ലാവർക്കും ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം, അല്ലേ? മാഡം വല്ലാതെ ഇമോഷണലായി സംസാരിക്കുന്നു. ചില കാര്യങ്ങൾ മനസ്സിൽ വല്ലാതെ തട്ടിയ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പോകുവാനോ, അപ്പൊ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള ആവേശമാ. ശാലിനി വിഷ്ണു കളക്ടറായി നിന്നിട്ട് ആർക്കൊരു ഗുണം ഉണ്ടായിട്ടില്ലെന്നൊരു ടോക്ക് നാളെ ഉണ്ടാവാൻ പാടില്ലെന്നൊരു ആഗ്രഹം മനസ്സിൽ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ? ഓർക്കാനും ഓമനിക്കാനും കുറെ നല്ല നിമിഷങ്ങൾ എനിക്ക് കളക്ടർ ഓഫീസ് തന്നിട്ടുണ്ട്. അതിലൊരാളാണ് അനു. മറക്കില്ല, എവിടെ പോയാലും. മാഡം എന്തൊക്കെയാ പറയുന്നേ? എവിടെയോ യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കം തന്നെയാനു. യാത്രകളെന്നും നമ്മുടെ വേദനകൾ അകറ്റുന്നതാ. വേദനകളിൽ നിന്ന് ഓടി ഒളിക്കാൻ എല്ലാവരും ശ്രമിക്കും. ഞാനും ഒന്ന് ശ്രമിക്കാൻ പോവാണെന്ന് കൂട്ടിക്കും.
ഒരു ശ്രമം. അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? ആ, ഇത് നമ്മുടെ എന്നും വരുന്ന ലോട്ടറിക്കാരി അമ്മച്ചില്ലേ, അവർക്ക് കൊടുത്തേക്കണേ. അവരുടെ കൊച്ചുമകൾക്ക് എന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന്. ഇത് അവർക്കൊരു കൈസഹായം ആവട്ടെ. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാ. ഇത് ഞാൻ അനുവിനെ ഏൽപ്പിക്കാം. പടിയിറങ്ങാം എന്നേക്കുമായിട്ട്. ഇനി ഈ വഴിക്ക് ഞാനില്ല. പ്രശ്നങ്ങൾ തീർക്കേണ്ടവള കളക്ടർ 100,000 പ്രശ്നങ്ങളിൽ പെട്ടുകിടന്ന് അലയേണ്ടവളല്ല. എനിക്ക് എന്റേതായ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹാരം കാണാൻ പറ്റുക? അതുകൊണ്ട് എനിക്ക് കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി ഒഴിയുക. എന്താ മാഡം? അനു, നീ എനിക്കൊരു ശക്തിയായിരുന്നു. എന്റെ ബലം. ഒരു സഹോദരി പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നോട് കാണിച്ച സ്നേഹത്തിന് ഈ സമയത്ത് ഞാൻ നന്ദി പറയാ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ? പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.